ഡീപ്പ് വൂൺസ്, ഡീപ്പ് ഹീലിംഗ് എന്നൊരു കാര്യം ഇന്ന് നിങ്ങളോട് പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 10-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, പിശാചൻ കള്ളൻ വരുന്നത് എന്തിനു വേണ്ടിയാണ്? പ്രത്യേകിച്ച് ആ ഒരു ഭാഗം ഞാൻ ഫോക്കസ് ചെയ്ത് പറയുകയാണ്. അറപ്പാനും മുടിക്കുവാനും കൊല്ലുവാനും. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദൈവത്തിനൊരു ഉദ്ദേശമുള്ള ജീവിതങ്ങളിൽ അല്ലെ, ദൈവം എല്ലാവരെയും സ്നേഹിക്കുന്നു. പ്രത്യേകിച്ചും ദൈവത്തിന് ഉദ്ദേശമുള്ള ജീവിതങ്ങൾക്കകത്ത് അവരുടെ ചെറിയ പ്രായത്തിൽ തന്നെ, അവരുടെ ജീവിതത്തിന്റെ ആരംഭങ്ങളിൽ തന്നെ അവരെ പൂർണ്ണമായി ആഴമായ മുറിവുകൾ ഏൽപ്പിച്ച്, ഡീപ്പ് വൂൺസ് ആൻഡ് ഡെഡ്ലി വൂൺസ്, അവരെ പൂർണ്ണമായി നശിപ്പിച്ച് കളയുവാനുള്ള പദ്ധതി അത് പിശാചിടുന്നതാണ്. അത് പല വിധത്തിലായേക്കാം അല്ലേ. കാരണം എന്താ? ഇതിന്റെയൊക്കെ പിന്നിലുള്ള കാരണം എന്താ? ഒരിക്കലും ദൈവത്തിന്റെ പദ്ധതി ആ വ്യക്തിയിലൂടെ നിവർത്തിക്കപ്പെടരുത്. നമ്മൾ ദൈവവചനം പഠിക്കുമ്പോൾ നമുക്ക് ഉടനീളം ഇങ്ങനെയുള്ള ഉദാഹരണങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും അല്ലേ. ഒരു മോശക്കുഞ്ഞ് ജനിച്ച ഉടനെ വലിയ പ്രസ്താവന അങ്ങ് ഇറക്കിയിരിക്കുക, ആൺകുഞ്ഞുങ്ങളെ കൊല്ലണം. ഒന്ന് ഓർത്ത് നോക്കിയ ഒരു കൊച്ചു കുഞ്ഞാണ്. എന്തുമാത്രം ഒരു കൺഫ്യൂഷൻ അവിടെ ഉണ്ടായത്. ആ കുടുംബത്തിന്റെ അകത്ത് തന്നെ അല്ലേ, അവരെ എല്ലാം വേറെ വേറെ ആക്കി ചെതറിച്ച് കളയുന്നത് പോലെ ഒരു വലിയ അനുഭവമാണ് ആ കുഞ്ഞിന്റെ ജീവിതത്തിനകത്തേക്ക് കടന്നു വരുന്നത്. ഡീപ്പ് വൂൺസ് ആൻഡ് ഡെഡ്ലി വൂൺസ് യോസേഫിന്റെ ജീവിതത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു. ചെറിയ ബാലനായിരിക്കുമ്പോൾ തന്നെ ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തിത്വമാണ് അവന്. അവന്റെ ജീവിതത്തെക്കുറിച്ച് ദൈവത്തിനൊരു ഒരു ദർശനമുണ്ട്, ഒരു പദ്ധതിയുണ്ട്. അതുകൊണ്ടാണ് അവന്റെ പിതാവ് അവനെ അത്രയും സ്നേഹിച്ചത്. അവനെ മനോഹരമായ കോട്ടൊക്കെ കൊടുത്ത് അവൻ സന്തോഷമായിരുന്നു. അവനൊരു സ്വപ്നക്കാരനായ യോസേഫ് എന്ന് തന്നെ കുറിച്ച് നാം സൺഡേ സ്കൂളിൽ നമ്മൾ പഠിക്കുന്ന ഒരു കാര്യമാണല്ലോ. പക്ഷേ ഉടൻ തന്നെ അവന്റെ ജീവിതത്തില് ആഴമായ മുറിവുകൾ വരത്തക്കതുപോലെയുള്ള പ്രവർത്തികൾ എവിടെ നിന്നോ അങ്ങ് വരിക അല്ലേ. അതിന്റെ സോഴ്സ് എപ്പോഴും ദൈവം നമ്മളെ ദോഷങ്ങളാൽ പരീക്ഷിക്കുന്ന ഒരു ദൈവമല്ല. ചിലതിലൂടെ എല്ലാം ദൈവം നമ്മെ കടത്തിവിടുമെങ്കിലും, കടന്നു പോകാൻ അനുവദിക്കുമെങ്കിലും, സ്തോത്രം, അതിന്റെ പിന്നിലെല്ലാം ദൈവിക ദർശനങ്ങളെയും ആ വ്യക്തിയെയും പൂർണ്ണമായി നശിപ്പിച്ച് കളയത്തക്ക വിധത്തിലുള്ള ആഴത്തിലുള്ള മുറിവുകൾ സ്വന്തം സഹോദരങ്ങള് അവനെതിരായി തിരിയുകയും അവനെ പൊട്ടക്കണറ്റി കൊണ്ടിടുകയും ചെയ്യുന്ന വേദനാജനകമായ ഒരു അനുഭവമാണ് ഈ കൊച്ചു യോസേഫിന്റെ ജീവിതത്തിലേക്ക് വരുന്നത്. പ്രൈസ് ഗോഡ്. അതിന്റെ കഥ നിങ്ങൾക്കറിയാവുന്നത് കൊണ്ട് ഞാനത് മുഴുവൻ പറയുന്നില്ല, സ്തോത്രം. ബട്ട് ഹി വാസ് ആൻ ഓവർകമർ. ഒന്ന് ഓർത്ത് നോക്കിക്കേ, ആ മുറിവുകൾക്ക് അടിമയായി ഇരുന്നു പോയായിരുന്നെങ്കിലോ മിസ്രയീമിൽ ഒരു വലിയ രാജസ്ഥാനത്തിലേക്ക് അവനെ ഉയർത്തി ഒരു ദേശത്തെ മുഴുവൻ ക്ഷാമകാലത്ത് സൂക്ഷിക്കുവാൻ ദൈവം ഉയർത്താൻ ആഗ്രഹിച്ച ഒരു വ്യക്തിത്വമായിരുന്നു അവൻ. ദൈവം അവന് കൊടുത്ത സ്വപ്നവും ദൈവം അവന് കൊടുത്ത ദർശനവും അത് അക്ഷരം പ്രതി നിവർത്തിക്കപ്പെടേണ്ടുന്ന ഒരു കാര്യമാണ്. അതിനുവേണ്ടി മനുഷ്യൻ എന്തെങ്കിലും ചെയ്താലോ പിശാച് എന്തെങ്കിലും ചെയ്താലോ ആ വ്യക്തി തകർന്നു പോകുകയില്ല. സ്തോത്രം. ഒരു മുറിവ് കഴിഞ്ഞ് അതിനകത്തുനിന്ന് അല്ലേ എഴുന്നേറ്റ് പുറത്ത് വന്നു കഴിഞ്ഞപ്പോഴാണ് പോത്തിഫറിന്റെ ഭവനത്തിലുള്ള ഭയാനകമായ മറ്റൊരു മുറിവ് അവന്റെ ജീവിതത്തിനകത്തേക്ക്, ഒരു സംഭവം. നമ്മുടെ ജീവിതത്തിൽ ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യം സംഭവിച്ചു കഴിയുമ്പോൾ ഒരു ഭയങ്കര മിസ്അണ്ടർസ്റ്റാൻഡിങ് ആയിരിക്കും, ഒരു ഭയങ്കര റിജക്ഷൻ ആയിരിക്കും, ഒരു ഭയങ്കര ഹേർട്ടായിരിക്കും. അതൊക്കെ ആഴത്തിലുള്ള ചില മുറിവുകളാണ് നമ്മുടെ വ്യക്തിത്വത്തിനകത്ത്, നമ്മുടെ ഹൃദയത്തിനകത്ത് ഉണ്ടാക്കുവാനുള്ള കഴിവ് അതിനകത്തുണ്ട്. ബട്ട് ബ്ലെസ്സഡ് ഇസ് ദ മാൻ ഹു ഓവർകംസ് ഇറ്റ്. അവൻ ചെയ്യാത്ത തെറ്റിനു വേണ്ടി ഇത്ര മോശമായ ഒരു കുറ്റം ചുമത്തൽ അവന്റെ ജീവിതത്തിനകത്തേക്ക് വരികയും വീണ്ടും അവൻ കാരാഗ്രഹത്തിന്റെ അകത്തേക്കായി തീരുന്ന ഒരു വേദനാജനകമായ ഒരു സംഭവമാണ് നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. ബട്ട് പ്രൈസ് ഗോഡ്, എൻ്റെ ജീവിതത്തെ ആഴമായി സ്വാധീനിച്ച ഒരു വചനത്തിന്റെ ഭാഗമാവിടെ. നമുക്കറിയാം, കാരാഗ്രഹത്തിലായിത്തീരുന്നു. എവിടെയും അവൻ പുറപുറുക്കുന്നതായി നാം കാണുന്നില്ല. അവിടെ ചെന്നപ്പോഴും ആ കാരാഗ്രഹ പ്രമാണിക്ക് അവനോട് പ്രസാദം തോന്നി. കാരണം യോസേഫിനോട് കൂടെ ദൈവമുണ്ടായിരുന്നു. അവനെ കാരാഗ്രഹത്തിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ പോലും അവിടെയും അല്ലെ ദൈവത്തിന്റെ പ്രസാദം അവന്റെ ജീവിതത്തിന്റെ മേൽ വെളിപ്പെട്ട് വരുന്നത് പോലെയുള്ള ഒരു മനസ്സിന്റെ ഉടമയായിരുന്നു അവൻ.
അവന്റെ ജീവിതത്തിൽ പുറമേ സംഭവിച്ചത് അവന്റെ മനസ്സിനെ വ്രണപ്പെടുത്തുവാൻ അവൻ അനുവദിച്ചില്ല എന്നുള്ളതിന്റെ വലിയൊരു തെളിവാണ് യോസേഫിന്റെ ജീവിതത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. പ്രൈസ് ഗോഡ്. നിങ്ങളോ ഞാനോ ആണ് ആ അനുഭവത്തിലൂടെ കടന്നു പോകുന്നതെങ്കിൽ നാം ഇന്ന് ജീവിതത്തിൽ എവിടായി തീർന്നേനെ? കർത്താവായ യേശുക്രിസ്തുവിനെ കുറിക്കുന്ന ഒരു വ്യക്തിയാണ് യോസേഫ്. പഴയ നിയമത്തിൽ നമുക്കറിയാമല്ലോ. ഓരോരുത്തരുടെ ജീവിതം എടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. സ്തോത്രം. ദൈവത്തിന്റെ കരം അവൻ അനുകൂലമായിരുന്നു. ദൈവം അവനോട് കൂടെ ഉണ്ടായിരുന്നു. എന്നാൽ ഒരു നിമിഷം ഒന്ന് സങ്കല്പിച്ചേ, മനസ്സിൽ മുറിവേറ്റവനായി അവന്റെ സഹോദരങ്ങളെ ക്ഷമിക്കാൻ കഴിയാതെ വണ്ണം ദൈവത്തോട് പോലും മുഖം തിരിച്ച്, ദൈവമേ നീ എനിക്ക് ദർശനം തന്നു, ദൈവമേ നീ എനിക്ക് സ്വപ്നം തന്നു, വലിയ വലിയ കാര്യങ്ങളൊക്കെ നീ ചെറിയ പ്രായത്തിലെ എന്നെ കാണിച്ചു, എന്നിട്ട് എന്തായി? നീ പറഞ്ഞതുപോലെ ഒന്നും നടന്നില്ലല്ലോ, നീ പറഞ്ഞതുപോലെ ഒന്നും സംഭവിച്ചില്ലല്ലോ, അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യമാണല്ലോ എൻ്റെ ജീവിതത്തിൽ നടക്കുന്നത്. എത്ര നാളുകൾ കഴിഞ്ഞുപോയി, വാഗ്ദത്തം നിവർത്തിക്കപ്പെടുന്നില്ലല്ലോ, നീ എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നില്ലല്ലോ, നീ എന്നെ കൈവിട്ടല്ലോ ദൈവമേ എന്ന് പറഞ്ഞ് മനസ്സിൽ ഹൃദയത്തിൽ മുറിവേറ്റവനായി അവനായി തീർന്നായിരുന്നെങ്കിൽ ഒരിക്കലും അവന്റെ ജീവിതത്തിന്റെ പദ്ധതിയിലേക്ക്, ദൈവിക പദ്ധതിയിലേക്ക് എത്തിച്ചേരുവാൻ കഴിയാതെ വണ്ണം അവൻ ജീവിതത്തിൽ ഒരു പരാജയമായി തീർന്നേനെ. സ്തോത്രം. ബട്ട് ഹി വാസ് ആൻ ഓവർകമർ. ജയിക്കുന്നവന് ഞാൻ ജീവന്റെ കിരീടം വെച്ചിട്ടുണ്ട് എന്ന് കർത്താവ് പറയുന്നത് നാം മറക്കരുത്. അങ്ങനെ ജയിക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്ന ഒരു കൂട്ടരാ ദൈവമക്കളെ നമ്മൾ. പ്രൈസ് ദ ലോർഡ്. നമുക്കറിയാം ആ ഓരോ അനുഭവത്തിലൂടെ മുമ്പോട്ട് സഞ്ചരിച്ച്, സ്തോത്രം, അവസാനം ദൈവം കാണിച്ച സ്വപ്നത്തിന്റെ പൂർത്തീകരണത്തിൽ അവൻ ചെന്ന് നിൽക്കുമ്പോഴും അവൻ താഴ്മയുള്ള മനുഷ്യനാണ്. അവൻ അഹങ്കരിക്കുവാൻ ഒന്നുമില്ല. അവനെ ഒറ്റിക്കൊടുത്ത, അല്ലെങ്കിൽ അവനെ ആ ഒരു കുഴിക്കകത്തേക്ക് അവനെ ഇട്ട സഹോദരങ്ങൾ തന്നെ അവന്റെ മുൻപിൽ സഹായത്തിന് വേണ്ടി വന്ന് നിൽക്കുമ്പോൾ അവരെ ഒന്ന് താഴ്ത്തിക്കെട്ടണം, അവരെ ഒരു പാഠം പഠിപ്പിക്കണം, ഞാൻ അവരെ ഇനി മൈൻഡ് ചെയ്യത്തില്ല എന്ന് പറയുന്ന യോസെഫിനെ അല്ല നമ്മൾ കാണുന്നത്. അവന്റെ പ്രതികരണങ്ങൾ, അവൻ ചെയ്യുന്നത് അല്ലേ, പൂർണ്ണമായി ഹൃദയത്തിൽ ദൈവത്തിന്റെ ജീവൻ കൊണ്ടു നടക്കുന്ന ഒരു മനുഷ്യനാണ് അവന് എന്ന് അവന്റെ വാക്കുകളിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അവൻ പറഞ്ഞു അല്ലേ, നിങ്ങൾ തിന്മയ്ക്ക് ചെയ്തതും ദൈവം എനിക്ക് നന്മയാക്കി മാറ്റി. സ്തോത്രം. നിങ്ങൾ വാ, ദൈവത്തിൽ നിന്നും പ്രാപിച്ചതാ ഞാൻ, സൗജന്യമായി പ്രാപിച്ചത് സൗജന്യമായി നൽകുക എന്നുള്ളതല്ലാതെ ഇന്നെന്റെ ജീവിതത്തിൽ വേറെ ഒന്നും ബാക്കിയില്ല. ദൈവം എനിക്ക് എത്രയോ നന്മകൾ ചെയ്തിരിക്കുന്നു. പ്രൈസ് ഗോഡ്. ഇന്നെന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നമ്മളിൽ പലരും ജീവിതത്തിന്റെ യാത്രയിൽ പലയിടത്തും അല്ലേ നമ്മൾ സ്റ്റോപ്പായി പോകുന്നവരാണ്. സ്തോത്രം. എന്നാൽ ഓർക്കണം, എന്നെ പരിശുദ്ധാത്മാവ് ഓർമ്മിപ്പിച്ച ഒരു ഭാഗം അതാ, നമുക്കെല്ലാം ചില പാടുകളുള്ളവരാണ്. ആണിപ്പാടുകൾ. മുറിവുകൾ ഉണങ്ങിക്കഴിയുമ്പോൾ എത്ര ആഴത്തിലുള്ള മുറിവുകളാണോ അത്രയും ആഴത്തിലുള്ള പാടുകളായിരിക്കും ഒരുപക്ഷെ നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ ഹൃദയത്തിലൊക്കെ നമ്മൾ കൊണ്ടു നടക്കുന്നത്. സ്തോത്രം. അത് നമ്മുടെ ജീവിതത്തിന്റെ സാക്ഷ്യമാണ്. അത് നമ്മുടെ ജീവിതത്തിന്റെ അനുഭവമാണ് അല്ലേ. അത് നമ്മുടെ പ്രശംസയ്ക്ക് കാരണമാണ്. അതൊരു ലജ്ജയ്ക്ക് കാരണമല്ല, മറച്ചു വെക്കുവാനുള്ള കാരണമല്ല. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നത് ഐസയ ലേഖനം അതിന്റെ 53-ാം അധ്യായം, ഐസയ 53. അവിടെ നാം വായിക്കുന്ന ഹി വാസ് വൂണ്ടഡ് ഫോർ അവർ ട്രാൻസ്ഗ്രഷൻസ്. ആ അധ്യായം മുഴുവനും നമ്മൾ വായിക്കുമ്പോൾ, സ്തോത്രം, നമ്മുടെ കർത്താവ് കടന്നുപോയ വേദനകൾ, നിന്ന, പരിഹാസം, നാം സൗഖ്യമായി ആകേണ്ടതിന് അല്ലേ കർത്താവ് രോഗിയായി തീർന്നു. ഒരുപാട് കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. ഹി വാസ് വൂണ്ടഡ് ഫോർ അവർ ട്രാൻസ്ഗ്രഷൻസ്. 5-ാം വാക്ക്, എന്നാൽ അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റു. ആന്തരിക സൗഖ്യത്തെക്കുറിച്ച് നാം ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ സൗഖ്യം വേണ്ടുന്നത് മുറിവുകളുടെ മേലാണ്. ഡീപ് വൂണ്ട്സ്. കർത്താവ് മുറിവേറ്റു, അത് മറച്ചു വെച്ചില്ല, ആണിപ്പാടുകളായി. ഉയർത്തെഴുന്നേറ്റ കർത്താവിന്റെ കരങ്ങളിൽ പോലും ആ പാടുകളുണ്ട്. എന്തിനാണെന്നറിയാമോ? തോമസ് അപ്പോസ്തലനെ പോലെ ചിലർക്ക് ആ പാടുകളുടെ മേൽ തൊട്ട് കഴിയുമ്പോൾ മാത്രം വരുന്ന ഒരു വിശ്വാസത്തിന്റെ മേഖലയുണ്ട്. ആ പാടുകൾ ഒരു സാക്ഷ്യമായി മാറുകയാണ്. അനേകർക്ക് ജീവൻ കൊടുക്കുവാൻ കഴിയുന്ന ഒന്നായി മാറുകയാണ്. ഇനിയും ആ പാടുകളെ തൊട്ടാൽ വേദനയില്ല. മുറിവുകളുടെ പ്രത്യേകത അറിയാമല്ലോ, സ്കാഴ്സ്. ദോസ് ആർ ഹീൽഡ് സ്കാഴ്സ്. പ്രൈസ് ഗോഡ്. നമ്മുടെ കർത്താവിനെ കുറിച്ച് നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ, കർത്താവിന്റെ ജീവിതത്തിനകത്തുനിന്ന് നമുക്കിത് മനസ്സിലാക്കുവാൻ കഴിയുന്നത്, താൻ ഏറ്റവും അധികം സ്നേഹിച്ച് തൻ്റെ കൂടെ കൊണ്ട് നടന്ന് ശിഷ്യന്മാര് ഏറ്റവും ആവശ്യമായിരിക്കുന്ന സമയത്ത് കർത്താവിനെ തള്ളിപ്പറഞ്ഞ പത്രോസ്, കർത്താവിനെ ഒറ്റിക്കൊടുത്ത വഞ്ചിച്ച് യൂദാസ്, സ്തോത്രം, ഇവരോടൊക്കെയുള്ള കർത്താവിന്റെ സമീപനം, പ്രൈസ് ഗോഡ്.
വീണ്ടും പത്രോസിന്റെ അടുക്കിലേക്ക് പോകുകയും, സ്തോത്രം, ഈ പത്രോസിനെ വീണ്ടും, അല്ലെ, ഈ പത്രോസിനോടുള്ള ബന്ധത്തിൽ തന്നെ ഒരു കാര്യമുണ്ട്. യേശു പറയുന്നുണ്ട്, പിശാചനോട് അനുവാദം ചോദിച്ചു, നിന്നെ പതിരുപോലെ പാറ്റിക്കളയണം, നിന്റെ വിശ്വാസം പോയി പോകാതെ നിനക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു എന്ന് യേശു പറയുന്ന ആ ഭാഗത്ത് Satan asked for permission that he may sift you, that he may wound you, he may break you എന്നൊരർത്ഥം അതിനകത്തുണ്ട്. കാരണം എന്താണെന്നറിയാമോ? അപ്പോസ്തല പ്രവർത്തികളില്, ആക്ട്സ് ചാപ്റ്റർ 2, പെന്തക്കോസ്തിന്റെ നാളില് അവിടെ നിന്നുള്ള ആ പ്രസംഗത്തിന്റെ അകത്ത് 3000 പേര് രക്ഷിക്കപ്പെടുവാൻ ഇരിക്കുന്ന കാഴ്ച, അതൊരിക്കലും സംഭവിക്കാതിരിക്കേണ്ടതിന് ഇവനെ മുറിവേൽപ്പിച്ച് ഇവനെ ഒരു സൈഡിലോട്ട് കൂട്ടിയിട്ട് കഴിഞ്ഞാൽ ഒരിക്കലും ഇവൻ അവിടെ നിന്ന് എഴുന്നേൽക്കത്തില്ല എന്നുള്ള വലിയ പ്രതീക്ഷയോടുകൂടെ അവനെ നശിപ്പിക്കുവാൻ പിശാച് അനുവാദം ചോദിച്ചതാണ്. സ്തോത്രം. ഇനിയിപ്പോ കർത്താവിനെ തള്ളി പറഞ്ഞു, അത് ചിലരുടെ ജീവിതത്തിൽ ഒരു ഗിൽറ്റാ, ഒരു പാപം ചെയ്തു പോയി, അല്ലേ? നമ്മുടെ കയ്യിൽ നിന്ന് ഒരു ബുദ്ധിമോശം സംഭവിച്ചു, ചെയ്തുകൂടാത്തത് ചിലത് ചെയ്തു പോയി. ചില വ്യക്തികളെ ഒരു ജീവിതകാലം അത് തന്നെ തടവറയിലാക്കി വെക്കുന്ന ഒരു കാര്യമാണ്. എന്നാല് പാപത്തെ നമ്മൾ ലാഘവമായി കാണണമെന്നുള്ളതല്ല, പക്ഷെ ആ പാപത്തിൻ്റെതായിട്ടുള്ള, അല്ലേ, ആ ഒരു ഗിൽറ്റിനകത്ത്, കുറ്റബോധത്തിനകത്ത് ഒരു ജീവിതകാലം മുഴുവൻ ആ തടവറയ്ക്കകത്ത് നമ്മൾ ഇരിക്കണമെന്ന് ദൈവം ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. കർത്താവ് അവനിലേക്ക് പോയി, കർത്താവ് അവനെ സ്നേഹിച്ചു, അവനെ ക്ഷമിച്ചു, അവനെ യഥാസ്ഥാനപ്പെടുത്തി. ആ കഴിവ് യേശുവിന്റെ സ്നേഹത്തിന്റെ അകത്തുണ്ട്. ചില വ്യക്തികളുടെ ജീവിതത്തിൽ അത് തന്നെ ഒരു മുറിവാണ്. ആ വീണുപോയ സ്ഥാനത്തുനിന്ന് അവർക്കൊരു ജീവിതകാലം എഴുന്നേൽക്കാൻ കഴിയാതെ വണ്ണം മുറിപ്പെട്ടവരവിടെ കിടക്കുകയാണ്. സ്തോത്രം. പത്രോസിന്റെ ജീവിതം നമുക്കൊരു മാതൃകയാണ്. അവൻ തെറ്റിപ്പോയി, അല്ലെ? എന്നാൽ യൂദാസ് മറ്റൊരു വഴി തെരഞ്ഞെടുത്തു. തനിക്ക് തന്നെത്താൻ ക്ഷമിക്കുവാൻ കഴിയാതെ വണ്ണം പിശാചവന്റെ അകത്ത് കയറി അത്രത്തോളം ഒരു കാര്യം ചെയ്തു. ആ യൂദാസിന്റെ ഹൃദയത്തില്, അല്ലെ, ഒരല്പം മാനസാന്തരം വന്നായിരുന്നു എങ്കിൽ, അവൻ യേശുവിന്റെ അടുക്കലേക്ക് വരുവാൻ അവനൊന്ന് ഇച്ഛിച്ചായിരുന്നുവെങ്കിൽ, ഇല്ല, അന്നേരവും അവൻ അവൻ്റെതായിട്ടുള്ള വഴി തിരഞ്ഞെടുക്കുവാൻ ഇടയായി തീർന്നു. പ്രൈസ് ഗോഡ്. ക്രൂശിൽ കിടന്ന കള്ളൻ, യേശുവുമായിട്ട് ഒരു ബന്ധവും അവനില്ല, എന്നാൽ ആ ലാസ്റ്റ് മിനിറ്റിൽ അവനുണ്ടായ മാനസാന്തരം നിമിത്തം അവൻ രക്ഷ പ്രാപിക്കുവാൻ ഇടയായി തീർന്നു. നമ്മുടേതായിട്ടുള്ള വഴികൾ തെരഞ്ഞെടുക്കാതെ ജീവിതത്തിന്റെ ഏത് തകർച്ചകളുടെ നടുവിലും യേശുവിന്റെ അടുക്കലേക്ക് നാം ഓടി വരുന്നു എങ്കിൽ, നമ്മെ മാർവോട് ചേർത്ത് പിടിച്ച്, നമ്മളെ സ്നേഹിച്ച്, നമ്മളെ കഴുകി, സ്തോത്രം, നമ്മുടെ വെളിയിലേക്ക് യഥാസ്ഥാനപ്പെടുത്തുവാൻ ആ സ്നേഹത്തിന് കഴിയും. പഴയ നിയമത്തിലെ ഇയ്യോബിന്റെ ജീവിതം, നീതിമാനായ ഇയ്യോബിന്റെ ജീവിതത്തിൽ വന്ന മുറിവുകൾ, ആഴത്തിലുള്ള വേദനകളും മുറിവുകളും തന്റെ ജീവിതത്തിൽ വരുവാനിടയായി തീർന്നു. എന്താണ് ഉദ്ദേശം? അവൻ ദൈവത്തെ തള്ളി പറയണം, അവൻ ദൈവത്തിന്റെ വഴിയിൽ നിന്നും മാറിപ്പോകണം. എന്നാൽ അതിന്റെ നടുവിലും അവൻ പിടിച്ചു നിന്നതുകൊണ്ട് ഇരട്ടി പങ്ക് അവനിലേക്ക് നൽകുവാൻ, അവനെ അനുഗ്രഹിക്കുവാൻ, ഒരു സാക്ഷിയായി തീരുവാൻ ദൈവം അവന്റെ കൂടെ ഉണ്ടായിരുന്നു. ഐസയ 30:26. പ്രൈസ് ഗോഡ്. അങ്ങനെയുള്ള അടയാളമുള്ള, സ്തോത്രം, deep wounds, deadly wounds need deep healing and we may have scars. അത് പാത്ത് വെക്കേണ്ട ആവശ്യമില്ല, അതൊരു നാണംകേടല്ല. നമ്മളിൽ പലരും, അല്ലെ, പ്രത്യേകിച്ച് മലയാളികൾക്കുള്ള ഒരു പ്രവണതയാണ്, നമ്മുടെ പ്രശ്നങ്ങൾ ആരും അറിയരുത്, നമുക്കത് നാണംകേടാ. നമ്മൾ പുറത്തെല്ലാവർക്കും എപ്പോഴും പോസിറ്റീവ് പിക്ചറോട്, എനിക്കൊരു കുഴപ്പമില്ല, എനിക്കൊരു കുഴപ്പമില്ല, എൻ്റെ വിവാഹത്തിൽ ഒരു കുഴപ്പവുമില്ല, എൻ്റെ മക്കൾക്കൊരു കുഴപ്പവുമില്ല, എൻ്റെ ശുശ്രൂഷയിൽ ഒരു കുഴപ്പമില്ല. പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട്, നമ്മള് എന്താ ശ്വാസം പോലും എടുക്കാൻ പറ്റാത്തതുപോലെയുള്ള വീർപ്പ് മുട്ടുന്ന ജീവിതത്തിന്റെ അനുഭവങ്ങളായിരിക്കും. പക്ഷേ അത് നമ്മളൊന്നും പറയത്തില്ല, നമ്മൾ ഷെയർ ചെയ്യത്തില്ല, അതിനുവേണ്ടി ഒരു സൊല്യൂഷൻ കണ്ടെത്താൻ നമ്മൾ ഒന്നും ചെയ്യത്തില്ല. അവസാനം ഇത് അങ്ങേയറ്റം ഡിസാസ്റ്റർ ചെന്ന് കഴിയുമ്പോൾ ആയിരിക്കും ഒരുപക്ഷെ പുറം ലോകം ഇത് തിരിച്ചറിയുന്നത്. അത്രയും നാൾ നമ്മളിത് വെച്ചുകൊണ്ടിരിക്കും. പക്ഷെ ദൈവമക്കളെ, നമ്മളെല്ലാവരും ഒരു വിധത്തിലല്ലേ മറ്റൊരു വിധത്തിലുള്ള വിഷയങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ്. ഇത് ജീവിതമല്ലേ. ഈ ഭൂമിയിൽ നിങ്ങൾക്ക് കഷ്ടങ്ങൾ ഉണ്ടാകും. കർത്താവ് നമ്മളോട് പറഞ്ഞു, പക്ഷെ നിങ്ങൾ അധൈര്യപ്പെട്ട് പോകരുത്. അതുകൊണ്ട് നമ്മൾ കടന്നു പോകുന്ന ഇത്തരത്തിലുള്ള വിഷയങ്ങൾക്കകത്ത് ആഴത്തിലുള്ള മുറിവുകളാണെങ്കിലും നമ്മൾ വിഷമിക്കണ്ട, അല്ലേ? കർത്താവിൻ്റെ അടുക്കിലേക്ക് നമ്മളത് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ, അല്ല, മറ്റുള്ള വിധത്തിലുള്ള സഹായങ്ങൾ നേടി ആ മുറിവുകൾ ഉണങ്ങി, അല്ലേ, ആഴത്തിലുള്ള ആ മുറിവുകൾ ഉണങ്ങിക്കഴിഞ്ഞാൽ, സ്തോത്രം, അത് നാളെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സാക്ഷ്യത്തിന് കാരണമായി തീരുകയാണ്. അത് നിങ്ങളുടെ സൗഖ്യത്തിന് കാരണമായി തീരുകയാണ്. നിങ്ങളെ കണ്ട് അനേകർ കർത്താവിൻ്റെ വഴിയിലേക്ക് തിരിയുവാൻ അത് കാരണമായി തീരുകയാണ്. നിങ്ങളെ യുദ്ധത്തിലൂടെ കടന്നു വരുമ്പോൾ ഒരു വലിയ ജയാളിയായി തീരുന്ന അനുഭവമാണ് നിങ്ങളിലൂടെ വരുവാൻ പോകുന്നത്. ഐസയ 30:26 ഇവിടെ പറയുന്ന ഒരു കാര്യം എന്താണെന്നറിയാമോ?
ഓൺ ദ ഡേ ദ ലോർഡ് ബൈൻഡ്സ് അപ്പ് ദ ഫ്രാക്ചർ ഓഫ് ഹിസ് പീപ്പിൾ. തൻ്റെ ജനത്തിൻ്റെ മുറിവുകളെ യഹോവ കെട്ടുന്ന നാളിൽ, അവരുടെ മുറിവുകൾ സൗഖ്യമാകുന്ന നാളിൽ ഒരു വലിയ അത്ഭുതം അവിടെ സംഭവിക്കുക. ദ ലൈറ്റ് ഓഫ് ദ മൂൺ, അല്ലേ, ചന്ദ്രന്റെ പ്രകാശം സൂര്യന്റെ പ്രകാശം പോലെയാകും. സൂര്യന്റെ പ്രകാശം 7 പകലിന്റെ പ്രകാശം പോലെ ഇരട്ടിയായിരിക്കും. പ്രൈസ് ഗോഡ്. ഒരു വലിയ വെളിച്ചം, ഒരു വലിയ അത്ഭുതം, ഒരു വലിയ സാക്ഷ്യം. The light of the sun will be 7 times brighter. നിങ്ങളുടെ ശോഭയെ കുറിച്ച് പറയുകയാണ്. മുറിവ് സൗഖ്യമാകുന്ന നാളുകളിൽ, സ്തോത്രം, പിശാച് മോഷ്ടിച്ചുകൊണ്ട് പോയതിനെ 7 times മടക്കി തരാം എന്ന് പറഞ്ഞിരിക്കുന്ന വാഗ്ദത്തത്തിന്റെ ഒരു നിവർത്തിയായി നമുക്കിതിനെ കാണുവാനായിട്ട് കഴിയട്ടെ. പ്രൈസ് ഗോഡ്. നിങ്ങളുടെ ശോഭ 7 times വർദ്ധിപ്പിക്കുവാൻ ദൈവം വിശ്വസ്തനാണ്. 7 times. You will glow brighter 7 times more. പക്ഷെ ഇതെപ്പോഴാണ് സംഭവിക്കുന്നതെന്ന് അറിയാമോ? നിങ്ങളുടെ മുറിവുകൾ അത് കെട്ടപ്പെടുന്ന നാളുകളിൽ. സ്തോത്രം. The day your bruises are healed. Praise the Lord.